ഹേ ഗായ്സ്, നമ്മളിന്ന് പിന്നാലെ കാണാൻ പോവാണ്. സോ പോയാലോ? ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്ന ആദ്യമായിട്ടാട്ടോ. സോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മിസ്റ്റേക്സ് കാണും, അതൊക്കെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതെന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് നമ്മുടെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഞാനും എൻ്റെ ഫ്രണ്ടും രാവിലെ മെമ്മ പിടിച്ച് നമ്മുടെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ മെട്രോയും ബോട്ടും യൂസ് ചെയ്തിട്ടാട്ടോ ഫോട്ടോ കൊച്ചിയിലെത്തുന്നത്. കാര്യം പറഞ്ഞാൽ രാവിലെ എന്നിട്ട് വ്ളോഗ് എടുക്കണമെന്നും ഫേസ് കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. രാവിലെ എന്നിട്ട് വ്ളോഗൊക്കെ എടുക്കണം. ബോട്ട് ചെട്ടിലേക്ക് നടക്കുന്ന വഴി എന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന്. അപ്പോൾ സോ നമ്മൾ ഉപഹാരം എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് റെസ്റ്റോറൻറ്റ്. ഫുഡ് ഭയങ്കര നല്ലതായിരുന്നു. മസാല ദോശയാണ് കഴിച്ചത് ആൻഡ് ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ്. പിന്നെ നമ്മൾ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ കുറേ വീഡിയോ ക്ലിപ്സ് ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ടൈം ആയതുകൊണ്ട് തന്നെ കുറേ മറന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫിഷർമെൻ ഫിഷർ വുമൺ അതാണ് കാണിക്കുന്നത്, ലൈക്ക് സീ പീപ്പിൾ. അവരുടെ വേദനകൾ ശരി കേട്ടോ. ഈ പെയിൻറ്റിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് മനസ്സിലായത് കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളും അവരുടെ ട്രഡീഷനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇതിലൂടെ കാണിക്കുന്നത്. എനിക്ക് 3 വയസ്സ് മറ്റോ ഉള്ളപ്പോൾ ഒന്ന് ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടേ ഉള്ളൂ ഞാൻ. പിന്നെ ഞാൻ ഫോർട്ട് കൊച്ചി അങ്ങനെ കണ്ടിട്ടേ ഇല്ല. സോ എനിക്കിതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അക്ഷയ് ഫോർട്ട് കൊച്ചി പലതവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനൊരു ഹോം ഫീലാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അവൻ്റെ കൂടെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. ബിക്കോസ് അവൻ ആ സ്ഥലത്തെപ്പറ്റി അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്. നമ്മൾ ഈ അമ്മമാരുടെ കൂടെ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർ നമ്മളോട് പറയില്ല അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതുപോലെ അവൻ്റെ കൂടെ പോകുന്നത്. ഈ സ്ഥലം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും നമ്മൾ വന്ന സമയം കുറച്ച് നേരത്തെ ആയിരുന്നു. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലമൊക്കെ കാണാൻ പറ്റിയത്. പിന്നെ നമ്മൾ ആദ്യം വന്ന വെന്യൂ ഡേവിഡ് ഹാളാണ് കേട്ടോ. 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന കലാപ്രദർശനങ്ങളെയാണ് പൊതുവായിട്ട് നമ്മൾ ബിനാലെ എന്ന് പറയുന്നത്. സോ നമ്മുടെ കൊച്ചിയിലെ മുസീരിസ് ബിനാലെ ഇതുപോലെ തന്നെയാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ട് എക്സിബിഷനും അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കണ്ടംപററി ആർട്ട് എക്സിബിഷനും കൂടെയാണ്. പിന്നെ നമ്മൾ പെപ്പർ ഹൗസിലേക്ക് പോയി. ആദ്യം തന്നെ പറയട്ടെ, എല്ലാ ആർട്ടും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ചില വെന്യൂസ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞത്തെ വെന്യൂസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ രാവിലെ കണ്ട പല ആർട്ടുകളും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ നമുക്ക് ഒരുപാട് മണിക്കൂറൊന്ന് ചിന്തിച്ച് എടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം അർത്ഥതലങ്ങളുള്ള ഓരോ ആർട്ടുകളുമാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സൈഡിൽ ബംഗാളി ആർട്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ബംഗാളി ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് വിശദീകരിച്ചൊരു വിവരണം കൊടുക്കാത്ത സ്ഥിതിക്ക് കാണുന്ന ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും അതെങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അതായത് അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇപ്പം എൻ്റെ പെർസെപ്ഷൻ വ്യത്യസ്തമായിരിക്കാം, മറ്റൊരാൾക്കും വ്യത്യസ്തമായിരിക്കാം. എനിക്കും മറ്റൊരാൾക്കും തോന്നുന്നത് ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ലോകം നമ്മൾ പറയാറില്ലേ, അത് തന്നെ. ഈ സൈറ്റിലൊരു ബംഗാളി മൂവി സ്ക്രീൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായത് അത് സ്ത്രീകളുടെ റൈറ്റ്സിനെ പറ്റി പറഞ്ഞൊരു മൂവി ആയിട്ടാണ്.
എനിക്ക് ഈ സൈറ്റിൽ നിന്ന് മനസ്സിലായത് ഭീമാപ്പള്ളി റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സാണ് ഇവിടെ ഉള്ളത്. ഒരു വീഡിയോയും ഇവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സൈറ്റ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൈറ്റാണ്. ഈ പെയിൻറ്റിങ്സ് ഒക്കെ നല്ല രസമില്ലേ? ശരിക്കുള്ള ഫോട്ടോഗ്രാഫ് പോലെ ഉണ്ട് കാണാനായിട്ട്. പെപ്പർ ഹൗസിലെ വർക്ക്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ലോസ് ഏഞ്ചലസ് കഫേയിലാണ് കയറിയത്. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് കഫേ. അത് കഴിഞ്ഞ് നമ്മൾ 3 വെനീസ് കൂടെ കയറി കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓരോ വെനീസ് കാണുകയും വേണം, വീട്ടിൽ ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പ് എത്തുകയും വേണം. സോ അതുകൊണ്ട് 3 വെനീസ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഉച്ച കഴിഞ്ഞത്തെ വീഡിയോസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് വ്ളോഗിലുണ്ട്. ആൻഡ് ഐ എം സോ സോറി ഗായ്സ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു. എന്നെ സംബന്ധിച്ച് ഇതൊരു 100% ബർത്ത്ഡേ ഡേ ആയിരുന്നു. ആദ്യത്തെ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് എനിക്കുണ്ടായി. ഒരുപാട് നല്ല ആർട്സ് കാണാൻ പറ്റി. എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിരുന്നു. സോ യാ ഗായ്സ്, സീ യു ലേറ്റർ. ബൈ.